കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ അമൃത് കുടിവെള്ള പദ്ധതി ഈരാറ്റുപേട്ടയിൽ നടപ്പാക്കുന്നു. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം തേവരുപാറ ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മലങ്കര ഡാമിൽ നിന്നും വെള്ളം എത്തിച്ച നഗരസഭയിലാകെ സമ്പൂർണ്ണ ജലവിതരണം നടത്തി ഈരാറ്റുപേട്ടയെ ജലസുരക്ഷിതത്വമുള്ള ഒരു നഗരമാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പഞ്ചായത്തുകൾക്കൊപ്പം കുടിവെള്ള സോഴ്സ് കൂടുതലും ഇല്ലാതെ വരുന്നൊരു സ്ഥലം ഈ മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ മറ്റൊരു തലത്തിലും കുടിവെള്ളത്തിൻ്റെ സോഴ്സ് രൂപപ്പെടുത്തി ഇവിടെ വെള്ളം കൊടുക്കൽ എത്ര കോടി രൂപ എവിടുന്ന് കൊണ്ടുവന്നല്ല അസാധ്യമാണെന്നുള്ളത് കൊണ്ട് ഇതൊന്ന് പരിഗണിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഞാൻ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി MD തൊട്ട് ചീഫ് എഞ്ചിനീയേഴ്സ് തൊട്ട് എല്ലാവരെയും വിളിച്ചു. മലങ്കര പ്രോജക്റ്റിന് വേണ്ടി ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് ചർച്ച ചെയ്തു. അദ്ദേഹവും പറഞ്ഞൊരു പ്രായോഗികമായൊരു ബുദ്ധിമുട്ടുണ്ട്, ഇത്തരത്തിലുള്ള ചില വിഷമങ്ങൾ നേരിടും, മറ്റു ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കർക്കശമായ തീരുമാനം അക്കാര്യത്തിലെടുത്തു. ഒരു ജനപ്രതിനിധി തൻ്റെ നാട്ടിലേക്ക് എത്തിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ തീരുമാനങ്ങളെക്കാൾ ഉചിതമായ തീരുമാനം ജനാധിപത്യത്തിലെടുക്കാൻ അവകാശമുള്ള ഒരു അധികാരി എന്ന നിലയിൽ ഇതുകൂടെ പരിഹരിച്ച് ഈ പ്രശ്നം പരിഹരിക്കലാണ് മാർഗം എന്നും പറഞ്ഞ മീറ്റിംഗ് അവസാനിപ്പിക്കലായിരുന്നു. അങ്ങനെയാണ് പേട്ട ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നുന്നു 6 പഞ്ചായത്തുകളോട് ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി മലങ്കര പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ, വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഫ്സൽ ഇജാസ്, തഫ്സലിൻ സിറാജ്, ഇൽമുനീസ ഷാവി, ബീമ നാസർ, റൈന നൌഫൽ, നഗരസഭാ കൗൺസിലിലെ വിവിധ കക്ഷി നേതാക്കളായ CP ബാസിദ്, സവാദ് ഇഞ്ചക്കാട്ട്, സുനിൽകുമാർ, സുബൈർ വെള്ളാപ്പള്ളി, മറ്റ് നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PA ഷമീർ, K മുഹമ്മദ് ഹാഷിം, അനസ് നാസർ, മനാഫ് മുട്ടത്തിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജെയിംസ് വലിയ വീട്ടിൽ, പരിപാലന സമിതി പ്രസിഡന്റ് ഷാഫി പടിപരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ടാങ്ക് സ്ഥാപിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ കൊച്ചു മുഹമ്മദ് മറ്റക്കൊമ്പനാലിനെ യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ആദരിച്ചു.